നമസ്കാരം. പോലീസുകാർ ക്രിമിനൽ കേസിൽ പ്രതിയായാൽ മുഖ്യമന്ത്രിയുടെയും വിഐപികളുടെയും വ്യക്തിപരമായ സുരക്ഷാ ചുമതലയിൽ നിന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഒഴിവാക്കണം എന്ന കർശന നിർദ്ദേശമാണ് കേരളത്തിലുള്ളത്. ആ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായി അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥനായി സന്ദീപും തലസ്ഥാനത്ത് തുടരുന്നു. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇഷ്ടക്കാരാണ് നിങ്ങളെങ്കിൽ ഈ നാട്ടിൽ നിങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. എല്ലാ നിയമവ്യവസ്ഥകളെയും ചുരുട്ടിമടക്കി മുഖ്യമന്ത്രി കീശയിലാക്കി ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിടത്തോളം കാലം ഞാനാണ് കോടതി, ഞാനാണ് നിയമം. ഈ വൈബിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ തുടരുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ക്രിമിനൽ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗൺമാൻമാർക്കെതിരെ കേസെടുത്തതും ആ കേസിൽ മെല്ലെപ്പോക്ക് തുടരുന്നതും. മുഖ്യമന്ത്രിക്കൊപ്പം കേസ് ഉണ്ടായിട്ട് പോലും 37 ദിവസം പിന്നിട്ടിട്ട് യാതൊരു കുലുക്കവുമില്ലാതെ തുടരുകയാണ് ഗൺമാൻമാർ. ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തിയപ്പോൾ മുഖ്യന്റെ ഗൺമാന് സഹിച്ചിരുന്നില്ല. പ്രതിഷേധക്കാരെ ഒതുക്കി തീർക്കേണ്ടത് പോലീസ് ആയിരുന്നിട്ട് പോലും ഗൺമാൻ നിയമലംഘനം നടത്തി പ്രവർത്തകരെ അടിച്ച് ഇഞ്ചപരിവമാക്കി. പ്രതിഷേധക്കാർ ഇന്നും കിടക്കയിൽ നിന്ന് തലപൊക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ തുടരുകയാണ്. അപ്പോഴും ഒരു ക്രിമിനലിനെ പോലെ പെരുമാറിയ ആ ഗൺമാൻ, ഇവരെ തല്ലിച്ചതച്ച ആ ഗൺമാൻ മുഖ്യമന്ത്രിക്ക് ഒപ്പം നെഞ്ചും വിരിച്ചു നടക്കുന്നു. പോലീസുകാർ ക്രിമിനൽ കേസിൽ പ്രതികളാകുകയാണെങ്കിൽ മന്ത്രിമാരുടെയും വിഐപികളുടെയും വ്യക്തിപരമായ സുരക്ഷാ ചുമതലയിൽ നിന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഒഴിവാക്കണം എന്ന കർശന നിയമം ലംഘിച്ചുകൊണ്ട് ഗൺമാൻ ഇന്നും മുഖ്യമന്ത്രിക്ക് ഒപ്പം നടക്കുമ്പോൾ നിങ്ങൾ തൽക്കാലം ആ ചോദ്യം ചെയ്യലിനെങ്കിലും ഒന്ന് ഹാജരാക്കണമെന്ന് പറയാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വിരോധാഭാസം. ഗൺമാന്റെ ആക്രമണത്തിനെതിരെ കേസെടുത്തത് തന്നെ പ്രതിഷേധങ്ങൾ ശക്തമായതിന് പിന്നാലെ സർക്കാർ നടത്തിയ ഒരു കണ്ണിൽ പൊടിയിടൽ നടപടിയായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും ആ ഒരു കേസിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഈ പറയുന്ന ഗൺമാനോ സുരക്ഷാ ഉദ്യോഗസ്ഥനോ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ എത്താൻ പറഞ്ഞിരുന്നുവെങ്കിലും ഇരുവരും ചോദ്യം ചെയ്യലിന് പോയിട്ടില്ല. ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിന്നത് മുഖ്യമന്ത്രിക്കൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥനായി പോകേണ്ടിയിരിക്കുന്നു എന്ന കാരണം പറഞ്ഞിട്ടാണ് എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. സംഭവം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഇവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നതും പറയാതിരിക്കാൻ സാധിക്കില്ല. അതും കോടതി നിർദ്ദേശപ്രകാരം മാത്രമായിരുന്നു അത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തത്. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ആലപ്പുഴ സൗത്ത് പോലീസ് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. IPC 294B 323 325 വകുപ്പുകൾ ചുമത്തി അന്വേഷണം നടത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. നിയമ പോരാട്ടം തുടരുമെന്ന് മർദ്ദനമേറ്റ AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും എല്ലാം വ്യക്തമാക്കി. പ്രതിഷേധക്കാർക്കെതിരെ മർദ്ദിച്ച നടപടി സ്വാഭാവികമാണെന്നാണ് ആലപ്പുഴ സൗത്ത് പോലീസ് നേരത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയത്. ഇതുപോരാഞ്ഞ് മുഖ്യമന്ത്രിയും ഇങ്ങനെയൊരു സംഭവം ശ്രദ്ധയിലേ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ചു. എങ്കിൽ പോലും ഈ അന്വേഷണത്തോട് സഹകരിക്കാൻ ഇരുവരും തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ആയുധം കൊണ്ട് ആക്രമിക്കുക, ഗുരുതരമായി പരിക്കേൽപ്പിക്കുക, അസഭ്യം പറയുക തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പിൽ ഇവർക്കെതിരെ കേസ് നൽകിയത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കുമെങ്കിലും കോടതിയിൽ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ 7 വർഷത്തോളം തടവ് ലഭിക്കാവുന്ന കേസിലെ പ്രതികളാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി നടക്കുന്ന ആ ഗൺമാൻ. പോലീസിന്റെ നിർദ്ദേശവും സേനാ കീഴ്വഴക്കവും ആഭ്യന്തരമന്ത്രിയുടെ തണലിൽ പോലീസുകാർ തന്നെ ലംഘിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. മാത്രവുമല്ല, ക്രിമിനൽ കേസുകളിൽ പ്രതിയല്ലെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് മന്ത്രിമാരുടെയും വിഐപികളുടെയും സുരക്ഷാ പോലീസുകാരെ നിയമിക്കാറുള്ളത് എന്നതിനാൽ ഇത്തരത്തിൽ വലിയൊരു ചർച്ചയായിട്ട് പോലും ഈ ഗൺമാൻ ഇപ്പോഴും ജോലി തുടരുന്നു എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് പിണറായി സർക്കാരും.